വെയ്റ്റ് ലോസ് ജേണിയിൽ മെയിൻ കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സ്വാദോടെ കഴിക്കുക എന്നല്ലേ. അതിന് സഹായിക്കുന്ന വയറും മനസ്സും നിറഞ്ഞ് കഴിക്കാൻ സഹായിക്കുന്ന ഒരു വെറൈറ്റി കൊറിയൻ സ്റ്റൈൽ കിൻവ റൈസ് റെസിപ്പി തയ്യാറാക്കിയാലോ. ഇത് നമുക്ക് ഹോട്ടലിൽ പോയി ഒരു സ്പെഷ്യൽ റൈസ് കഴിക്കുന്ന അതേ ഫീലിൽ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ഇതിലൊരു സോസ് തയ്യാറാക്കുന്നുണ്ട്, അതാണ് ഈ റൈസിനെ ഇത്ര സ്പെഷ്യൽ ആക്കുന്നത്. അപ്പോൾ സമയം കളയാതെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ മഷ്റൂം 100 ഗ്രാം എടുത്ത് ചെറുതായി അരിഞ്ഞു വെക്കുന്നുണ്ട്. കുറച്ച് നേരം ഉപ്പിട്ട വെള്ളത്തിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് കിൻവ റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു ഗ്ലാസ്സിൽ ഞാനൊരു 1/2 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രോട്ടീനും ഫൈബറും വളരെ ഉയർന്ന അളവിൽ ഉള്ളത് കൊണ്ട് തന്നെ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇതിൽ മാഗ്നീഷ്യവും പൊട്ടാസ്യവും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ കുറവായതുകൊണ്ട് തന്നെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയരാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ഗ്ലൂട്ടൻ ഫ്രീ കൂടിയാണ്. കിൻവ റൈസിനെ കുറിച്ചിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ഇതിനു മുന്നേ ഞാനൊരു കിൻവ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ മനസ്സിലായതാണ്. കിൻവ വേവിക്കുന്ന മുന്നേ 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണേ. ഇതിലൊരു സാപ്പോളിൻ എന്ന ഒരു പദാർത്ഥമുണ്ട്, അത് പോവാനാണ് 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിലൊരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 1/2 കഷ്ണം സവോള മാത്രമാണ് ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഒരു 200 ഗ്രാം ബ്രോക്കോളിയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് നമ്മുടെ ബ്രോക്കോളിയൊക്കെ ഒന്ന് മുക്കി വെച്ച് അതിന് എടുക്കുന്നുണ്ട്. ആ പുഴുക്കളൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവോള കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച നമ്മുടെ മഷ്റൂം കൂടി ചേർത്ത് കൊടുത്ത് വയ്ക്കാം. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അത് വെള്ളം ഇറങ്ങി വറ്റി വരുമ്പോൾ നമുക്ക് നമ്മുടെ മാറ്റി വെച്ച നമ്മുടെ റൈസ്, കിൻവ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കിൻവ നമുക്ക് വെന്ത് കിട്ടും. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണേ. നമ്മൾ റൈസ് എടുത്തതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചൂടുവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇനി ഇതിനായിട്ട് ഒരു സോസ് തയ്യാറാക്കി എടുക്കണം നമുക്ക്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വൈറ്റ് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി വേണം. 1.5 സ്പൂൺ ഗാർലിക് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി കൊത്തി അരിഞ്ഞ് എടുത്തതാണ്. ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് തന്നെ വേണം കേട്ടോ, പേസ്റ്റ് എടുക്കരുത്. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഒരുവിധം വെന്ത് വന്നു. അതിലേക്ക് നമ്മൾ ബീൻസ് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 കപ്പ്. ഇതിൻ്റെ കൂടെ ക്യാരറ്റ് കൂടി 1 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പാനിലേക്ക് ബട്ടർ 1 കഷ്ണം ഇട്ട് കൊടുത്ത് നമ്മുടെ ബ്രോക്കോളി ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആ പാനിൽ തന്നെ കുറച്ച് പനീറും കൂടി സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ സമയം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. സോയാ സോസിൽ ഉപ്പുണ്ട്, അതൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്തത്.
ഇനി നമ്മുടെ ബ്രോക്കോളിയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് നമ്മൾ മാറ്റി വെച്ച പനീർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കൊറിയൻ സ്റ്റൈൽ നമ്മുടെ ക്വിൻവ റൈസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ റൈസുകൾ ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ നമ്മളുടെ ഡയറ്റൊക്കെ നമ്മൾ പകുതി വഴിയിൽ ഇട്ടേച്ച് പോവും. അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഒരുപാട് വെറൈറ്റി വെയ്റ്റ് ലോസ് ഡയറ്റ് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി കണ്ടോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ശരി എന്നാൽ.